എപ്പിസോഡ് ഓപ്പൺ സീനിൽ നാമഗ്രഹത്തിലേക്ക് ഇപ്പൊ നമ്മുടെ ഗോകു അവൻ എത്തിയിരിക്കുകയാണ്. ആ പേടകമാണെങ്കിൽ ഓപ്പൺ ആവും. ഗോകു അവൻ പതിയെ പുറത്തേക്ക് കടന്നു വരികയാണ്. ഗോകു ആണെങ്കിൽ ചുറ്റും നോക്കും. അടുത്ത നിമിഷം രണ്ട് വലിയ ശക്തികൾ അത് അവനെ കൊണ്ട് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാനായിട്ട് കഴിയും. അതേസമയം തന്നെ അവനിപ്പോൾ ഗോഹാനെയും മൊട്ടപ്പനെയും സെൻസ് ചെയ്യാൻ ശ്രമിക്കും. ആ സമയം അവൻ കാണും അവർ രണ്ടുപേരും പരുക്ക് പറ്റി ഭാഗത്ത് വീണ് കിടക്കുന്നത്. ഓ നോ, ബുൽമയെ അവിടെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ മൊട്ടപ്പനും ഗോഹാനും അവർ രണ്ടുപേരും ഒരുപാട് പരുക്കുകൾ പറ്റി വീണ് കിടക്കുകയാണ്. ആ ശക്തരായ ആളുകളുടെ അടുത്ത് തന്നെയാണ് അവരുള്ളത്. അവർ മരണവുമായിട്ട് മല്ലടിക്കുകയാണ്. എത്ര വേഗം അവിടേക്ക് പോയി അവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. അതിനുശേഷം അവൻ ഗോഹാന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. ഇവിടെ ചിന്നു സയാനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗോകുവിനെ കണ്ട് ഷോക്കാവും. എല്ലാം കഴിഞ്ഞപ്പോഴാണോ നീ വരുന്നതെന്ന് ചോദിച്ച് അവൻ പല്ലെറുന്നു. ഇവിടെ ഗോകു ആണെങ്കിൽ ഗോഹാനെ താങ്ങിയെടുത്ത് അവനെ വിളിക്കും. ഗോഹാന് ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അത് മനസ്സിലാക്കിയ ഗോകു ആണെങ്കിൽ അവനെ തട്ടി വിളിക്കുകയാണ്. ഇവന്റെ കഴുത്ത് ഒടിഞ്ഞിട്ടുണ്ട്, മാത്രമല്ല ഇവന് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഗോഹാനാണെങ്കിൽ കണ്ണു തുറക്കും. ഗോകുവിനെ കണ്ട് അവൻ ഹാപ്പിയാവും. അടുത്ത നിമിഷം ആ ഒരു സെൻസബീൻ സീഡ് അത് ഗോകു ആണെങ്കിൽ ഗോഹാന് കൊടുക്കുകയാണ്. അവനത് കഴിക്കേണ്ട താമസം ബാക്ക് ടു നോർമലാവും. ആ രണ്ട് വില്ലന്മാർക്ക് അതുകൊണ്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഓ നോ, നീ ആരാണ്, നീ എങ്ങനെയാണ് അവരെ ബാക്ക് ടു നോർമലാക്കിയെന്ന് ചോദിക്കും. അതിന് ഗോകു ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ഗോഹാനുമായി മൊട്ടപ്പന്റെ അടുത്തേക്ക് വരും. ഗോകുവിനെ കാണുമ്പോൾ മൊട്ടപ്പനും ഒത്തിരി സന്തോഷം. ഗോകു അവന് നേരെ ആ സീഡ് നീട്ടും. അതിന് പറയും, ഈ ഒരു സീഡ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അവര് ഭയങ്കര ശക്തരാണ്. വെജിറ്റയെ കണ്ടില്ലേ, അവനെ പോലും അവരടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവനെ നിർബന്ധിച്ച് അവർ സീഡ് കഴിപ്പിച്ച് ബാക്ക് ടു നോർമലാക്കും. അതിനുശേഷം അവർ ചിന്ന സയൻ വെജിറ്റയെ നോക്കും. ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷെ എന്തിനാണ് ഈ വെജിറ്റ അവൻ അവരോട് ഫൈറ്റ് ചെയ്തെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒട്ടപ്പനാണെങ്കിൽ നടന്ന ഓരോ കാര്യങ്ങളായിട്ട് ഗോകുവിനോട് പറയാനായിട്ട് ശ്രമിക്കും. ഉടനെ ഗോകു ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് അവന്റെ തലയിൽ ടച്ച് ചെയ്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. ഓക്കെ, ഞാൻ കാര്യങ്ങൾ എല്ലാം തന്നെ മനസ്സിലാക്കി. ഫ്രീസ് എങ്ങനെ സ്പ്ലിറ്റായി, ആ ഡ്രാഗൺ ബോൾ, അതുപോലെ തന്നെ ഗിന്യു ഫോഴ്സ്, എൽഡർ എല്ലാവരെയും ഞാൻ കണ്ടു. നിങ്ങളുടെ പവർ അതിപ്പോ ഇരട്ടിയായല്ലേ. മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. നീ എന്തായി പറയണേ, മൈൻഡ് റീഡിംഗ് അതെപ്പോ നീ പഠിച്ചു? അതിന് ഗോകു പറയും, ഇതെന്നെ കൊണ്ട് കഴിയില്ല എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇവര് വളരെ സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ നമുക്കിപ്പോ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂ. ബുൽമ അവള് സേഫ് അല്ലേ. ആദ്യം എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ അത് ശരിയാക്കണമെന്ന് പറഞ്ഞ് അവസാനമായിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സെൻസിബീൻ സീഡ് അത് വെജിറ്റയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിനക്കുള്ളതാണ്, നീ കഴിക്കും. മൊട്ടപ്പനാണെങ്കിൽ അത് തടയാൻ ശ്രമിക്കും. അതിന് ഗോകു മൊട്ടപ്പനോട് പറയും, വെജിറ്റ അവൻ ബാക്ക് ടു നോർമൽ ആവണം. ഇവിടെ അവൻ നമുക്ക് സഹായമായാലും തിരികെ ഭൂമിയിലേക്ക് എത്തി അവനുമായിട്ട് വലിയൊരു പോരാട്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് ഇപ്പോൾ ആ ഗെന്യു ടീംസിനെ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് നേരെ കടന്നു പോവാണ്. നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്ക്, ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. മൊട്ടപ്പനാണെങ്കിൽ അത്ഭുതത്തോടുകൂടെ വിളിച്ചു പറയും, അവർ 3 പേരുണ്ട്, നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഗോകു ആണെങ്കിൽ ആ ചെമ്പതലന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനോട് ഗോകുവിന്റെ പവർ അത് എത്രയാണെന്ന് അളക്കാനായിട്ട് പറയും. ഇവന്റെ പവർ അറിഞ്ഞിട്ട് വേണം എനിക്കിവനെ എത്ര അടിക്ക് കൊല്ലണം തീരുമാനിക്കാൻ. അതിനെ ചെമ്പന്തലേന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവന് വലിയ പവറൊന്നുമില്ല, 5000 മാത്രമേ ഉള്ളെന്ന് പറയും. ഓ, ഇത്രയും കുറച്ച് പവർ വെച്ചാണോ നീ ഇത്ര ഹായ് ആയിട്ട് എന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത്? ദൂരത്തായിട്ട് ആ ഒരു ചിന്ന സയാൻ അവനാണെങ്കിൽ ഗോകുവിനെ കറക്റ്റായിട്ടും ശ്രദ്ധിക്കും. ഗോകുവിന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൻ വളരെ ക്ഷമിച്ച് സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ അത് ചെയ്തിട്ടുണ്ടാവും ചിന്തിച്ച് അവൻ ഷോക്കാവും. ഗോകു ആണെങ്കിൽ ഇവിടെ ആ ഒരു ചെമ്പൻ തലേനോട് പറയും, നീ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കാര്യമില്ല, എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. അതിനവനാണെങ്കിൽ ഗോകുവിനെ പരിഹസിച്ച് ചിരിക്കും. അപ്പോഴാണെങ്കിൽ ഭയപ്പെടും. ഗോകുവിന് അറിയില്ല ആ ഒരു ചെമ്പൻ തലേന്റെയും അവന്റെയും ടീമിന്റെയും പവർ എത്രത്തോളം ആണെന്ന്. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു. അതിന് ഗോഹാൻ പറയും, ഞാൻ ഒരിക്കലും എന്റെ പപ്പയെ ഇപ്രകാരം കണ്ടിട്ടില്ല. പപ്പയിൽ എന്തൊക്കെയോ ചേഞ്ചസ് വന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആള് വളരെ കോൺഫിഡന്റ് ആണ്. ജിറ്റ് ആണെങ്കിൽ ഷോക്കാവും. ഒരിക്കലും കാക്കറോട്ടിനെ കൊണ്ട് ഒരു സൂപ്പർ സയനായി മാറാൻ കഴിയില്ല. അങ്ങനെ ആവണമെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കണം. എന്റെ പൂർവികർക്ക് മാത്രമേ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ആവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കാക്കറോട്ടിനെ കൊണ്ട് ഇത്ര ചുരുങ്ങിയ ദിവസങ്ങളിലുള്ളിൽ അത്രയും വലിയൊരു പവർ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവന്റെ കോൺഫിഡൻസും അവൽ നിന്ന് പുറത്തേക്ക് വരുന്ന പവറും അതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ശരിക്കും ഒരു മിത്ത് സ്റ്റോറി മാത്രമാണ്, അതൊരിക്കലും റിയൽ ആവാനായിട്ട് ഞാൻ അനുവദിക്കില്ല. മാത്രമല്ല അവനെപ്പോലെ ഒരു കാക്കറോട്ടിന് അങ്ങനെ ആവാൻ കഴിയില്ല. എന്നെപ്പോലെ ഇത്രയും പവറും ഒക്കെയുള്ള റിയൽ സയാനും മാത്രമേ ഒരു എലൈറ്റ് സയാനായിട്ട് മാറാൻ കഴിയുമെന്ന് പറയും. അടുത്ത നിമിഷം ഇവിടെ ചെമ്പന്തലനാണെങ്കിൽ ഗോകുവിനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ നേർക്ക് പാഞ്ഞെടുക്കും. ഗോകു ആണെങ്കിൽ കുട്ടികൾ കൊണ്ട് അവന്റെ മുൻപിൽ നിന്ന് വാനിഷ് ആവുകയാണ്. എല്ലാവരും ചുറ്റും നോക്കും. ഗോകുവിനെ അവിടെ എവിടെയും കാണാനില്ല. ആ വില്ലന്മാർ രണ്ടുപേരും വണ്ടടിച്ച് നിൽക്കുന്ന ഗ്യാപ്പിൽ ഇപ്പൊ ഗോകു ആണെങ്കിൽ തൊട്ടു പുറകിൽ വന്ന് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഇത്രയും വേഗത്തില് ഗോകു എങ്ങനെ അവിടേക്ക് എത്തിയെന്ന് അവർക്കും ഒരുപാട് അത്ഭുതം തോന്നും. ഗോകു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് അവരോട് പറയും, നിങ്ങൾ ഫ്രീസയ്ക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഒരു അവസരം തരാം. എത്രയും വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. അതല്ല എങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ തല്ലിക്കൊല്ലും. അത് കേട്ട് അവർ ഞെട്ടുകയാണ്.
അവരാണെങ്കിൽ ആ ഭയം അത് പുറത്ത് കാണിക്കാതെ ഗോകുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവിടുന്ന് അങ്ങനെ തെന്നി മാറി ചെമ്പമുടിയുടെ അടുത്തേക്ക് വരും. ഒട്ടപ്പനും ഗോഹാനും ഇപ്പൊ ഏകദേശം കാര്യം പിടികിട്ടും. ഗോകുവിന്റെ പവർ അതൊരുപാട് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വജീറ്റ പോലും അദ്ദേഹത്തെ കണ്ട് ഞെട്ടിയത്. ഇവിടെ ചെമ്പമുടിയൻ ഈ ആക്ഷൻ ഒന്നും കണ്ട് ഞാൻ പേടിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഗോകുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. ഒറ്റയടിക്ക് നിങ്ങളെ 4 പേരെയും തല്ലിക്കൊന്ന് ഞാനിവിടെ മുഴുവൻ നശിപ്പിക്കുന്നു പറഞ്ഞ് ആ ചെമ്പമുടിയനാണെങ്കിൽ അവന്റെ പവർ റിലീസ് ചെയ്യും. അതങ്ങനെ റിലീസ് ചെയ്യുന്തോറും ആ ഒരു പ്രദേശം മുഴുവൻ തകരുകയാണ്. അടുത്ത സെക്കൻഡ് എല്ലാവരും ഫ്രീസ് ആവുകയാണ്. കാരണം ആ ചെമ്പമുടിയൻ അവനവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഗോകുവിന്റെ ഒരു പഞ്ച് അവന്റെ ദേഹത്ത് വീണിരിക്കുകയാണ്. അവനാണെങ്കിൽ ആ ഒരു പഞ്ച് കൊണ്ട് പൂർണ്ണമായിട്ടും തകരും. ഗോകു ആണെങ്കിൽ അവനെ കളിയാക്കും. ഓ, ഇത്രയും വീക്കായിട്ടുള്ള ഒരു ബോഡി വെച്ചാണോ നീ എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത്? വളരെ മോശം. ഒട്ടപ്പനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവിടെ എന്താ സംഭവിച്ചത്? ഞാനും നീയും ആ ചിന്നസയാനും എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്തിട്ടും അവന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഗോകുവിന്റെ ഒരു സിംഗിൾ പഞ്ചിൽ അവൻ നോക്ക് ഡൗൺ ആയിരിക്കുകയാണ്. ഗോകുവിന്റെ പവർ അത് ശരിക്കും ഒരുപാട് ഡെവലപ്പ് ആയതാണോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേസമയം ചിന്നസയാനാണെങ്കിൽ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടും. എന്റെ കണ്ണുകളെ നിനക്ക് വഞ്ചിക്കാനായിട്ട് കഴിയില്ല. നിന്റെ മൂവ്മെന്റ്സ് അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഞൊട്ടിയിടയിൽ നീ അവനെ പഞ്ച് ചെയ്ത് തോൽപ്പിച്ചു. കരോട്ട്, ഇപ്പൊ നിന്റെ പവർ സൂപ്പർ സയാന്റെ പവറാണ്. നിനക്കെങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞു? നീ ഈ ദിവസം കൊണ്ട് ട്രെയിനിങ് എടുത്താണോ ഇത്രയും പവർഫുള്ളായി മാറിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കണേ? ഇവൻ ഇത്രയും കാലം ഭൂമിയിൽ ജീവിച്ചിട്ട് പോലും ഇവന്റെ പവർ അത് ഇത്രയധികം കൂടുതലായി മാറിയിരിക്കുകയാണ്. ഇവൻ ഇങ്ങനെയൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അതേസമയം ആ വില്ലന്മാരാണെങ്കിൽ ഗോകുവിനെ തന്നെ നോക്കും. ഗോകു ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ ഇപ്പൊ തന്നെ ഓടി രക്ഷപ്പെടുകയാണോ, അതോ നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്രണ്ടിനെ പോലെ എന്റെ കൈകൊണ്ട് തല്ല് വാങ്ങി മരിക്കാൻ തയ്യാറാണോ? അതിനവരാണെങ്കിൽ പരസ്പരം പറയും, ഓൾറെഡി അവനൊരു മണ്ടനാണ്. മാത്രമല്ല അവൻ ഫൈറ്റ് ചെയ്ത് തളർന്നിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൻ ആ അറ്റാക്കിൽ പെട്ടുപോയി ഇപ്പൊ ബോധം കെട്ടി കിടക്കുന്നത്. അവൻ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നിനക്ക് അത്രയും പവറൊന്നും ഇല്ല. പക്ഷെ ഞങ്ങളുടെ അടുത്ത് നിന്റെ കളിയൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്നെ സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. നിന്റെ പവർ ലെവല് ഞങ്ങളുടെ ഈ ഡിവൈസിൽ കറക്റ്റായിട്ട് കാണിക്കുന്ന പോലുമില്ല. അത് അത്രത്തോളം കുറവാണ്. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ഇപ്പൊ ഗോകുവിന്റെ തൊട്ടടുത്തേക്ക് വരികയാണ്. അതിലെ ചോപ്പനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ വെല്ലുവിളിക്കാൻ ശ്രമിക്കും. സെക്കൻഡുകൾ കൊണ്ട് കൈ ചുരുട്ടി അവന്റെ മുഖത്തൊരു പഞ്ച് കൊടുക്കുകയാണ്. ഓ നോ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഇങ്ങനെ ചെയ്യൂ. ഗിന്യൂ ഫോഴ്സിന്റെ പവർ അതെന്താണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവരാണെങ്കിൽ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് വീണ്ടും ഗോകുവിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ഗോകു ആണെങ്കിൽ അവന്റെ കൈകൾ അങ്ങനെ നിവർത്തി ആഞ്ഞു വീശും. ആ പവറിൽ അവർ രണ്ടുപേരും പറന്നുപോയി അടിച്ചു വീഴുകയാണ്. ഗോഹാനും മൊട്ടപ്പനും അവർക്ക് രണ്ടുപേർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ആ ഗിന്യൂ ഫോഴ്സിന് അവർക്ക് ഗോകുവിന്റെ ദേഹത്തൊന്നും തൊടാൻ പോലും കഴിഞ്ഞില്ല. ഗോകു ഒന്ന് വീശിയപ്പോൾ തന്നെ അവർ പറന്നുപോയി. പക്ഷേ എന്റെ പപ്പയുടെ പവർ അത് കൂടുതലായിട്ട് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ പവർ കൺട്രോൾഡ് ആണ്. ഇവിടെ ആ ചിന്നസയാനും ആ കാര്യം മനസ്സിലാക്കും. അതെ, അവന്റെ പവർ വെറും 5000 മാത്രമാണ്. ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അൺലിമിറ്റഡ് ആയിട്ട് അവന്റെ പവർ വർദ്ധിക്കുന്നത്. കോക്കറോട്ട് അവൻ ശരിക്കും എന്ന് ഞെട്ടിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ 2 വില്ലന്മാര് അവർ രണ്ടുപേരും അവരുടെ മെയിൻ പവർ അതങ്ങനെ കമ്പൈൻ ചെയ്ത് ഇപ്പോ ഗോകുവിനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ഗോകു ആണെങ്കിൽ അവന്റെ പവർ എടുത്ത് ആ ഒരു അറ്റാക്കുകളെല്ലാം തന്നെ പ്രിവെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ ബുൽമയെ കാണിക്കും. അവളാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. ഓ നോ, ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി എവിടെ നിർത്തി? അവരെവിടേക്ക് പോയി? എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ നിൽക്കാൻ. ഇവിടെയാണെങ്കിൽ ഭയങ്കര വെയില്. എന്റെ സ്കിൻ ടോൺ മാറിപ്പോകുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു. എത്രയും വേഗം അവരിവിടേക്ക് വന്നേ പറ്റൂ. അതല്ല എങ്കിൽ ബുൽമയുടെ സ്വഭാവം അതവർ കാണും. എന്നെ ആരെങ്കിലും ഒന്ന് തിരികെ എന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞ് അവൾ നിലവിളിച്ച് ആ ഒരു ബെഡിൽ കിടക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം വലിയൊരു പവർ അവിടേക്ക് വന്ന് വീണ് അവൾ കല്ലുകൾക്കിടയിൽ പെട്ടു പോവാണ്. ബുൽമയാണെങ്കിൽ വീണ്ടും ഉച്ചത്തിൽ നിലവിളിക്കും. കട്ട് ചെയ്ത ഇവിടെ 2 വില്ലന്മാര് അവരാണെങ്കിൽ ആകാംക്ഷയോടെ ഗോകുവിനെ തന്നെ നോക്കും. ഓ നോ, അവൻ ഇത്രയും വലിയ പവർ നമ്മൾ ഉപയോഗിച്ചിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി വിട്ടുകൊടുക്കാൻ പാടില്ല. ഏത് വിധേനയും അവനെ തകർക്കണമെന്ന് പറഞ്ഞ് ആ ചോപ്പനാണെങ്കിൽ വലിയൊരു ക്രഷ പവർ അത് ക്രിയേറ്റ് ചെയ്ത് ഗോകുവിന് നേരെ വലിച്ചെറിയും. ഗോകുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ ക്രഷ പവർ അതങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കളയാണ്. വേഗത കൂടിയ ആ ഒരു 2ാമത്തെ വില്ലൻ അവനാണെങ്കിൽ വളരെ വേഗത്തിൽ ഗോകുവിന്റെ തൊട്ടടുത്തേക്ക് വരും. പക്ഷെ അവന്റെ മൂവ്മെന്റ് മനസ്സിലാക്കിയ ഗോകു ആണെങ്കിൽ അവന് നേരെ ടേൺ ചെയ്യുകയാണ്. ഓ നോ, ഈ ലോകത്തിൽ ഏറ്റവും വേഗത കൂടിയ 1ാമൻ ഞാനാണ്. എന്റെ വേഗതയ്ക്കനുസരിച്ച് കടന്നു വരാൻ ആരെ കൊണ്ടും കഴിയില്ല. അതിന് ഗോകു ആണെങ്കിൽ ചിരിച്ച് എനിക്ക് 2ാം സ്ഥാനമായാലും മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ആണെങ്കിൽ കൂടുതൽ ദേഷ്യം അതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വില്ലൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയും, നീ ആരാ? നിനക്കെങ്ങനെ ഇത്രയും സ്പീഡ് കിട്ടി? അതിന് ഗോകു പറയും, ഞാൻ ഭൂമിയിലുള്ള ഒരു സയാനാണ്. എങ്ങനെ ഇത്രയും സ്പീഡ് വന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഞാൻ ഒരുപാട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ 2 വില്ലന്മാരും ചേർന്ന് ഗോകുവിനെ
അച്ചരം പൊച്ചരം ഇട്ടിക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ ആ ഒരു പഞ്ചിൽ നിന്ന് തെന്നി മാറും. അവർ രണ്ടുപേരും പരസ്പരം ആഞ്ഞിട്ടിക്കും. പിന്നെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടി കിട്ടി ബഹളം. നീ ഇതിന് എന്നെ തല്ലിയത്, ഞാനല്ല, അവനാണ് ഡൈവേർട്ട് ചെയ്യുന്നു പറഞ്ഞ് അവരങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. ഉടനെ ആണെങ്കിൽ അവരെ രണ്ടുപേരെയും വിളിക്കും. നിങ്ങൾക്ക് എന്നോട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം എന്നെ തോൽപ്പിക്കുക. അവർ വീണ്ടും ഗോകുവിന് നേരെ പാഞ്ഞടുക്കും. ആ ഗ്യാപ്പിൽ ഗോകു ആണെങ്കിൽ രണ്ടുപേരെ ഇടിച്ചു വീഴ്ത്തുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.